നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് വമ്പൻ ടീമുകളുടെ നിർണായകമായ പോരാട്ടങ്ങളുണ്ട്. അതിലൊന്നാണ് സ്പെയിനും സൗദി അറേബ്യയും തമ്മിൽ. അതിൽ സൗദി വമ്പൻ ടീമായിട്ടല്ല, പക്ഷേ സ്പെയിനിന് ആദ്യ കളി പണി കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കളി ജയിച്ചേ പറ്റൂ. സൗദി ആണെങ്കിൽ ആദ്യ കളി ഉറുഗ്വായ്ക്ക് പണി കൊടുത്തതാണ്. അവരതേ പോരാട്ട വീര്യം ഇവിടെ വീണ്ടും പുറത്തെടുത്താൽ സ്പെയിനിന് പണിയാവും. അപ്പോൾ എന്ത് സംഭവിക്കും ഇന്നത്തെ കളിയിൽ എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ സ്പെയിനിൻ്റെ കോച്ച് ലൂയിസ് ഡി ലാഫ്യൂൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു മോശം ദിവസം, എന്ത് മിസ്റ്റേക്ക് വരുത്തിയാലും നമ്മൾ പുറത്താവും വേൾഡ് കപ്പിൽ നിന്ന്. ആ ഒരു അവയർനെസ് ഉണ്ടാവണം. അതനുസരിച്ച് വേണം നമ്മൾ കളിക്കാൻ ഇറങ്ങാൻ എന്ന് തന്നെ കോച്ച് ഇപ്പോൾ പറയുന്നു. ഏതായാലും ഇതാ സൗദി അറേബ്യക്കെതിരെ കളിക്കുന്നതിന് മുമ്പ് കോച്ച് ഏത് തരത്തിലുള്ള 11 ഇറക്കും എന്നുള്ള ചോദ്യം അദ്ദേഹം നേരിടുന്നുണ്ട്. ലാമിൻ യമാൽ ഇന്ന് കളിക്കുമോ എന്ന ചോദ്യം അദ്ദേഹം നേരിടുന്നുണ്ട്. അപ്പം യമാൽ കളിക്കുമെന്ന് തന്നെയാണ് സൂചന. പക്ഷേ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്താലും ഫുൾ ടൈം ഉണ്ടാവില്ല, ഫസ്റ്റ് ഹാഫ് മാത്രമേ കളിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ മുണ്ടോ ഡിപ്പോർട്ടിവോയെ പോലുള്ള മാധ്യമങ്ങൾ പുറത്തു വിടുന്നുമുണ്ട്. നമ്മളെന്തായാലും ഒന്ന് പരിശോധിക്കുകയാണ് ഏത് തരത്തിലുള്ള 11 കൊണ്ടായിരിക്കും അവരിറങ്ങുന്നത് എന്ന്. സ്പെയിൻ്റെ കാര്യം അത് നോക്കാം. ഉനായ് സിമോൺ ഗോൾ കീപ്പറായിട്ടുണ്ടാവും. ഡിഫൻസിൽ പോളോയും കുബാർസിയും ലപ്പോർട്ടും കുക്കറയയും ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിൽ നോക്കുക, ഫാബിൻ റൂയിസും റോഡ്രിയും പെഡ്രിയും ഇറങ്ങാനാണ് സാധ്യത. മുന്നേറ്റത്തിൽ ലാമിൻ അല്ലെങ്കിൽ ഫെറാൻ, ദെൻ ഒയർസബാലും ഡാനി ഓൽമോയും. ഇതാണ് പ്രതീക്ഷിക്കുന്ന ഒരു 11. അതേസമയം മറുഭാഗത്ത് അലോവൈസ്, കഴിഞ്ഞ കളിയിൽ മികച്ച ഗോൾ കീപ്പിംഗ് പ്രകടനം നടത്തിയ അലോവൈസ് ഒരിക്കൽ കൂടി സൗദിയുടെ ഗോൾ വല കാക്കാനുണ്ടാവും. ഡിഫൻസിൽ അൽ ഹർബിയും അൽ അമ്രിയും ഖദേഷും അൽ തമ്പക്തിയും അബ്ദുൽ ഹബീദും ചേർന്നുകൊണ്ട് അവരുടെ ഡിഫൻസ് ഭദ്രമാക്കുമ്പോൾ സലേം അൽ ദൗസാരി അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇടതുപാർശ്വത്തിലുണ്ടാവും. അൽ ഖൈബരിയും ഖനോയും അൽ ഹംദാനും ഉണ്ടാകും. ഗോളടിക്കാൻ അൽ ബുറൈക്കാൻ. ഈ രൂപത്തിലുള്ള ഒരു 11 കൊണ്ട് സൗദി ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നു. എന്തായാലും നല്ലൊരു പോരാട്ടം സൗദി കൊടുക്കും, പക്ഷേ സ്പെയിന് വിജയിച്ച് കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.